ചരിത്രത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും ബൈബിളിൻ്റെയും സത്യം വെളിപ്പെടുത്തുന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ പരമ്പരയിൽ ക്രിസ്തീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടതുമായ നിമിഷങ്ങളിൽ ഒന്നായ നൈസിയ കൗൺസിലിനെ നിങ്ങൾ വിശകലനം ചെയ്യും. നിസിയ കൗൺസിലിനെ കുറിച്ചുള്ള ഈ പരമ്പരയിലെ ആദ്യ എപ്പിസോഡിലേക്ക് സ്വാഗതം. 2025 മെയ് ജൂൺ മാസങ്ങൾ ആ കൗൺസിലിൻ്റെ 1700-ാം വാർഷികത്തെയാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ക്രൈസ്തവ ചരിത്രത്തിൽ ഏറ്റവും നിർണായകവും പല വിവാദങ്ങളും നിറഞ്ഞ സംഭവങ്ങളിൽ ഒന്നാണ് അത്. പക്ഷേ നിസിയയെക്കുറിച്ച് നേരിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അത് നടന്ന ലോകം എങ്ങനെയായിരുന്നുവെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ക്രിസ്തുവിന് ശേഷം ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവം റോമൻ സാമ്രാജ്യത്തിലെ പ്രധാന മതമായിരുന്നില്ല. അത് എണ്ണത്തിൽ കുറവും ഉപദ്രവിക്കപ്പെട്ടതുമായ ഒരു മതമായിരുന്നു. നീറോ, ഡൊമീഷ്യൻ, ഡയോക്ലീഷ്യൻ പോലെയുള്ള ചക്രവർത്തിമാർ ക്രൈസ്തവർക്ക് നേരെ ആക്രമണം നടത്തിയത് അവർ റോമൻ ദേവന്മാരെ ആരാധിക്കാത്തതും ചക്രവർത്തിയെ ദൈവമായി ആദരിക്കാത്തത് മൂലമാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ ജീവൻ പോലും നഷ്ടപ്പെടാനുള്ള അപകടം സ്വീകരിക്കുക എന്നർത്ഥം. ആ വിശ്വാസികൾ വീടുകളിൽ, ഗുഹകളിൽ, ചിലപ്പോൾ രഹസ്യമായി പോലും ഒത്തുചേരുകയായിരുന്നു. ക്രിസ്തുവിന് ശേഷം 306-ാം ആണ്ടിൽ കോൺസ്റ്റൈനിനെ അവന്റെ സൈന്യം ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. പക്ഷെ അവന്റെ മുന്നിൽ വിഭജിച്ച സാമ്രാജ്യവും എതിരാളികളായ ഭരണാധികാരികളും ഉണ്ടായിരുന്നു. അവന് ഐക്യം വേണം. അത് കണ്ടെത്തിയത് ക്രൈസ്തവ വിശ്വാസത്തിലൂടെ ആയിരുന്നു. 313-ാം ആണ്ടിൽ കോൺസ്റ്റന്റൈൻ എഡിക്റ്റ് ഓഫ് മിലാൻ പ്രഖ്യാപിച്ചു. അതിലൂടെ ക്രൈസ്തവർക്ക് സ്വതന്ത്രമായി ആരാധിക്കാൻ അവകാശം നൽകി. ആദ്യമായി ഉപദ്രവിക്കപ്പെട്ട ആ വിശ്വാസത്തിന് നിയമപരമായ സംരക്ഷണം ലഭിച്ചു. അനേകർക്ക് കോൺസ്റ്റന്റൈൻ ഒരു വീരനായി തോന്നി. എന്നാൽ ചോദിക്കാതെ വയ്യ, കോൺസ്റ്റന്റൈൻ യഥാർത്ഥത്തിൽ ഒരു ക്രൈസ്തവനായിരുന്നോ? അതിൻ്റെ തെളിവുകൾ മറ്റൊന്നാണ് സൂചിപ്പിക്കുന്നത്. കോൺസ്റ്റന്റൈൻ്റെ നാണയങ്ങളിലും സ്മാരകങ്ങളിലും സൂര്യദേവനെ ആദരിക്കുന്ന അടയാളങ്ങൾ തുടർന്നു. യുദ്ധത്തിനു മുമ്പ് അവൻ കണ്ടുവെന്ന് പറയപ്പെടുന്ന ക്രൂശിന്റെ പ്രസിദ്ധമായ ദർശനം പോലും വിശ്വാസത്തെക്കാൾ അധികം രാഷ്ട്രീയത്തെ കുറിച്ചായിരിക്കാം. ക്രൈസ്തവ വിശ്വാസം വളർന്നു വരുന്ന അനുയായികളും സംഘടിതമായ ഘടനയും ഉള്ളത് തൻ്റെ സാമ്രാജ്യത്തിന് അത്യാവശ്യമായ ഐക്യം നൽകുമെന്ന് കോൺസ്റ്റന്റൈൻ തിരിച്ചറിഞ്ഞു. പക്ഷെ ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. കോൺസ്റ്റന്റൈൻ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ താല്പര്യം കാണിച്ച സമയത്ത് തന്നെ സഭ മാറിക്കഴിഞ്ഞിരുന്നു. ക്രിസ്തുവും അപ്പോസ്തലന്മാരും ഒരിക്കൽ ഏൽപ്പിച്ച വിശ്വാസം അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിന്ന് വഴുതിപ്പോയിരുന്നു. പെസഹയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളും പോലെയുള്ള ബൈബിൾ ആചാരങ്ങൾ മനുഷ്യൻ നിർമ്മിച്ച പതിവുകളാൽ മാറ്റിസ്ഥാപിക്കപ്പെട്ടു. ബിഷപ്പുമാർ അധികാരം പിടിച്ചു. സിദ്ധാന്തങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങൾ ഇതിനകം തന്നെ സഭകളെ വിഭജിച്ചു കൊണ്ടിരുന്നു. കോൺസ്റ്റന്റൈൻ ഒരു വിശ്വാസത്തെ മാത്രമല്ല കണ്ടത്, സാമ്രാജ്യം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനമായിരുന്നു അവൻ കണ്ടത്. ഇത് തന്നെയാണ് നൈസിയയ്ക്ക് വേദി ഒരുക്കിയത്. സഭയ്ക്കുള്ളിലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിവ്യത്വത്തെക്കുറിച്ച് കടുത്ത തർക്കം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവിടെ നിത്യനും പൂർണ്ണമായും ദൈവസ്വരൂപനാണോ എന്ന വിഷയത്തിൽ കോൺസ്റ്റന്റൈൻ ഇടപെട്ടു. കാരണം ഇത് അവന് ദൈവശാസ്ത്രവാദമായിരുന്നില്ല, ഇത് റോമിന്റെ സ്ഥിരതയെക്കുറിച്ചായിരുന്നു. അതിനാലാണ് 325-ൽ കോൺസ്റ്റന്റൈൻ സാമ്രാജ്യമെമ്പാടുമുള്ള ബിഷപ്പുമാരെ നൈസിയ നഗരം വരെ വിളിച്ചു വരുത്തിയത്. അവന്റെ ലക്ഷ്യം ബൈബിളിലെ സത്യത്തെ അന്വേഷിക്കലല്ലായിരുന്നു, ഐക്യം അടിച്ചേൽപ്പിക്കലായിരുന്നു. ഇത് തന്നെയാണ് നമ്മുടെ കഥ ഇനി കൊണ്ടുപോകുന്നത്. അടുത്ത എപ്പിസോഡുകളിൽ ആര്യൻ വിവാദം, കൗൺസിലിനുള്ളിലെ വാദപ്രതിവാദങ്ങൾ, നൈസിയ വിശ്വാസ പ്രമാണത്തിന്റെ രൂപീകരണം, ക്രൈസ്തവത്തിലേക്കിയ ദീർഘകാല സ്വാധീനം, ഇവയെല്ലാം നാം പരിശോധിക്കും. പക്ഷെ ഒരിക്കലും മറക്കരുത്, നൈസിയ കൗൺസിലിൽ ഉയർന്നു വന്നത് സമാധാനത്തിലും അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന സഭയിൽ നിന്നല്ല ഇത് ഉയർന്നു വന്നത്. ഇതിനകം തന്നെ
വിട്ടുവീഴ്ച ചെയ്ത ഒരു സഭയിൽ നിന്നും നിയന്ത്രണം നേടാൻ ആകുലനായിരുന്ന ഒരു ചക്രവർത്തിയിൽ നിന്നുമാണ്. നൈസിയ കൗൺസിലൂടെയുള്ള ഈ യാത്രയിൽ പങ്കുചേർന്നതിന് നന്ദി. സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ എന്ന് അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ ഓർക്കുക.